എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് 4 മണിക്കൊക്കെ വളരെ പെട്ടെന്ന് ഒരു സ്നാക്സ് തയ്യാറാക്കണമെങ്കിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു സ്നാക്സ് നമ്മൾ ചെയ്യുന്നത് അവൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും. അപ്പോൾ അവൽ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ അവലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഈ ഒരു വെള്ള അവലാണ്. നമുക്ക് ഒരു ബ്രൗൺ കളറുള്ള അവൽ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഈ ഒരു വെള്ള അവലിൽ തന്നെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ 250 ml ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ അവൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അവൽ അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അവലിലേക്ക് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് സമയം നമ്മൾ വെള്ളത്തിലങ്ങ് കുതിരാൻ വെച്ചാൽ അതങ്ങ് അലുത്തങ്ങ് പോകും. അപ്പോൾ മാക്സിമം നമ്മളൊരു 4 മിനിറ്റ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർത്തിയെടുത്താൽ മതി. അപ്പോൾ അവലിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അവലിൻ്റെ വെള്ളം നല്ലപോലെ തന്നെ കൈ കൊണ്ട് പിഴിഞ്ഞിതൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ജാറായതുകൊണ്ട് തന്നെ ഒരു 3/4 ഭാഗത്തോളം തന്നെ അവൽ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഈ ഒരു അവൽ അരച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരുപാട് ഫൈനായിട്ട് നമ്മൾ ഈ ഒരു അവൽ അരക്കരുത്. അവലിൻ്റെ ഒരു ചെറിയ ചെറിയ തരികളുള്ള ഒരു രീതിക്ക് തന്നെ ഒരു 2-3 തവണ നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ചെറിയ തരികളുള്ള ഒരു രീതിയിൽ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള അവലും കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇത് കണ്ടില്ല, അവലെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്തിട്ടുള്ള അരിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നല്ല ഫൈനായിട്ടുള്ളതല്ല ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ചെറിയ ചെറിയ തരികൾ എടുക്കുന്ന ഒരു രീതിക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. സവാള നമ്മൾ ഇതുപോലെ കുറച്ച് ഏറെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇനി ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ചെറിയതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിനാണെന്ന് നോക്കുക. ഒരുപാട് ഇതങ്ങ് ലൂസായിട്ടല്ല ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. ഈ ഒരു മാവ് കുറച്ചൊരു ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് മുമ്പ് ചേർത്ത് കൊടുത്ത ഒരു തൈര് നല്ല കട്ട തൈരായിരുന്നു. ഇനി അഥവാ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന തൈര് അധികം കട്ടയില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ല പോലെ തന്നെ ഈ ഒരു മാവ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മാവിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് എരിവോ ഉപ്പോ എന്തെങ്കിലും ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതാണ് കേട്ടോ ഈ ഒരു മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി ഒരു മാവ് നമ്മൾ ഒരുപാട് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ മുക്കി വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടായിരിക്കണം. എന്നിട്ട് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രത്തോളം ബോൾസാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുവരെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. അതിനുശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് ഇതുപോലെ കോരിയങ്ങ് എടുക്കാവുന്നതാണ്.
ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്തും എണ്ണയ്ക്ക് നല്ലൊരു ചൂടുണ്ടായിരിക്കണം. എണ്ണയ്ക്ക് ഒട്ടും ചൂടില്ലെങ്കിൽ ഇതിലേക്ക് അങ്ങ് ഓയിൽ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലെയിമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവൽ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കുട്ടി വട എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല മുരിഞ്ഞിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തേങ്ങാ ചട്നിയൊക്കെ ആണെങ്കിലും മതി. തേങ്ങാ ചട്നി വെച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഈ ഒരു സവാള വെച്ചിട്ടുള്ള ഈ ഒരു ചട്നിയുടെ കൂടെ കഴിക്കുമ്പോഴാണ്. നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അവലും കൊണ്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.